രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് കേരളത്തിൽ 20 മണ്ഡലങ്ങളാണ് ഒരുങ്ങുന്നത്. വോട്ടെടുപ്പിനായുള്ള ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ട് മഠവും ആറ്റിങ്ങലിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, രാജ്യം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ കേരളം നാളെയാണ് വിധി എഴുതുക. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരള പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ളത്. ഈ സൂര്യൻ അസ്തമിച്ചിന് നാളെ ഉദിക്കുന്നത് മുതൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നാളെ മുതൽ ഭൂപടത്തിലേക്ക് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 5 മണി വരെയായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ഫോർട്ട് സ്കൂളിലാണ്. ഈ ഫോർട്ട് സ്കൂളിൽ ഏകദേശം 6 ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ബൂത്ത് ഓഫീസർമാർ വരെ അവസാനഘട്ട പണിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിൽ 134ാമത്തെ നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരത്തെ ഫോർട്ട് സ്കൂൾ 70ാമത്തെ ബൂത്തായ ഫോർട്ട് സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ പേര് പോലും ഒരു വശത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ക്രമം അനുസരിച്ചിട്ടാണ്. 1 പന്ന്യൻ രവീന്ദ്രൻ, 2 രാജീവ് ചന്ദ്രശേഖരൻ, 3 അഡ്വക്കേറ്റ് BSPയുടെ നേതാവായിട്ടുള്ള രാജേന്ദ്രൻ, 4 ശശി തരൂരാണ്. അങ്ങനെയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി എല്ലാവരുടെയും പേര് വിവരങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും, അതായത് വരുന്ന എല്ലാ വോട്ടർമാർക്കും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചത്. ഇവിടെയാണ് പുരുഷന്മാർക്ക് കയറി വരാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് സ്ത്രീ വോട്ടർമാർക്ക് കയറി വരാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ബൂത്ത് ഓഫീസർമാർ, ഇവിടുത്തെ ഏജന്റുമാർ എല്ലാവരും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എൻട്രി വച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അവസാനഘട്ട പ്രവൃത്തിയിലാണ്, അവസാനഘട്ട ഒരു പണികളിലാണ് BLOമാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തെക്കേ നടയിലെ സൗത്ത് സോണിലെ സ്ട്രീറ്റിലെ വോട്ടർ ബൂത്താണ് ഇവിടെ നടക്കുന്നത്. വോട്ടർ മെഷീൻ അടക്കമുള്ളവ വെരിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 പോളിംഗ് ഓഫീസർമാരുടെയാണ്, അതായത് ഇവിടുന്ന് കയറി വന്നാൽ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇരിക്കാനുള്ള കസേര ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പോളിംഗ് ഓഫീസർ 1, പോളിംഗ് ഓഫീസർ 2 എന്നിങ്ങനെ 2 ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഇതിനിപ്പുറത്തായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുക. അതിന് പുറകിലായിരിക്കും 3 പോളിംഗ് ഓഫീസർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ. അതിന് പുറകിൽ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും, അതായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏജന്റുമാർ വരുന്നു അവർക്ക് ഇരിക്കാൻ. അവിടെ നിന്നും കറങ്ങി ഇവിടെ വന്നായിരിക്കും രാജ്യം ആര് ഭരിക്കണമെന്ന തീരുമാനമെടുക്കുക. രാജ്യം ഏതു തരത്തിലായിരിക്കണം, അടുത്ത ലോക്സഭാ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വിധി നിർണയം ആയിരിക്കുക എന്നുള്ള ആ ബട്ടൺ പുതുക്കുക ഈ ബോക്സിനുള്ളിലായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും തിരുവനന്തപുരത്തും ഒരുക്കി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫോർട്ട് സ്കൂളിൽ ഏകദേശം 6 ബൂത്തുകളാണ് പ്രവർത്തനത്തിനായി ഉള്ളത്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏകദേശം 4000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് ആകമാനമുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിരോധനാജ്ഞ പോലും നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രമുള്ള ഒരു ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്തും ഉണ്ട്. എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അല്പസമയം മുമ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പോലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ പോലും നടത്തുന്നത്. ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഫോർട്ട് വാർഡിലും അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കകം വാർഡിലുമുള്ള നഗരസഭയിലെ വോട്ടർമാരാണ് എത്തുക. സ്കൂളിലേക്ക് വന്നാൽ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പോലെ 70-ാം നമ്പർ ബൂത്ത്, അവിടെ നിന്ന് സ്കൂളിലേക്ക് 71, 73, 76, 75, 76 അങ്ങനെ 6 ബൂത്തുകൾ എങ്ങനെയാണ് സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന ദൃശ്യങ്ങൾ പോലും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന, കഴിഞ്ഞ 10 വർഷക്കാലത്ത് സദ്ഭരണം തന്നെ തുടരണമോ എന്ന വിധി നിർണ്ണയിക്കുന്ന, രാജ്യം ഏതു തരത്തിലായിരിക്കണം, ഇനിയും സമ്പദ്ഘടനയിലോ അല്ലെങ്കിൽ സുരക്ഷിതത്തിന്റെ കാര്യത്തിലോ വികസന കാര്യത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത് എന്ന തീരുമാനമെടുക്കുന്ന ഒരു ജനവിധിയായിരിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം സംഭവിക്കുമോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അതീവ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. 3 മുന്നണികളും ഒരുപോലെ തന്നെ മത്സരത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രത്യാരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വാശിയേറിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ തന്നെ
സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും അവസാനം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു BJP-യുമായിട്ടാണ് ഡയറക്റ്റ് ഫൈറ്റ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. അതിനെ തള്ളുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലം എല്ലാം തന്നെ കലങ്ങിമറിയുന്ന ദൃശ്യങ്ങളും എല്ലാം തന്നെ സജ്ജമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നത് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ജനവിധി, ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ജനഹിതം എന്താണ് എന്ന് നാളെ രാവിലെ 7 മണി മുതൽ തന്നെ ജനം ഇത് വിധി എഴുതും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. ലക്ഷ്മി, അഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലം കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ആറ്റിങ്ങലിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്? ലക്ഷ്മി, അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ പ്രദേശത്തും ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ബൂത്തുകളിലും ഈ നേരത്തെ തന്നെ പറഞ്ഞതുപോലെയുള്ള അഖിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് വരികയാണ്. വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ശക്തമായൊരു ത്രികോണ മത്സരം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ BJP-യും ശക്തമായ സാന്നിധ്യത്തിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ അത്രയേറെ ഒരു പോരാട്ടവും ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ മുതൽ ഈ നാളെ രാവിലെ മുതൽ നടക്കുന്ന വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നു വരികയാണ്. നമുക്കറിയാം, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നിരോധനാജ്ഞ അടക്കം ഈ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടി കണക്കിലെടുത്തുകൊണ്ടൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ അധികൃതർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ശക്തമായൊരു പോരാട്ടം ഈ മണ്ഡലത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം BJP കൈവരിക്കുമെന്നുള്ളൊരു വിശ്വാസവും BJP-യുടെ ഭാഗത്തു നിന്നും NDA-യുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇന്ന് അവസാനവട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. വി മുരളീധരനും അത്തരത്തിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചും വ്യക്തിപരമായുമുള്ള ഒരു പ്രചരണവും അതുപോലെ തന്നെ അവസാനവട്ട ഒരു ഒരുക്കങ്ങളിലേക്കാണ് ഇന്ന് കടക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും വലിയൊരു മുന്നേറ്റം ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ BJP വലിയ വിശ്വാസമാണ് ഈ മണ്ഡലത്തിൽ, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് എന്ന് വേണം പറയാൻ. രാവിലെ 6 മണിയോടുകൂടി തന്നെ 6 മണി കഴിഞ്ഞ് ഒരു രാവിലെയോടുകൂടി തന്നെ എന്തായാലും വി മുരളീധരനും ഉള്ളൂർ വോട്ടിടാനായിട്ട് എത്തി തുടങ്ങും. അതിനുശേഷം മറ്റ് പോളിംഗ് ബൂത്തുകളടക്കം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയേറെ ഒരു ആത്മവിശ്വാസവും NDA ക്യാമ്പുകളിലും BJP ക്യാമ്പുകളിലെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതീക്ഷ കൂടിയാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിവിധ മേഖലകളിൽ ഇത്തരത്തിലൊരു പ്രചരണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളായിട്ട് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതെല്ലാം ഒരു ശുഭപ്രതീക്ഷയോടെ അവസാനിക്കുമെന്നൊരു വിശ്വാസവും NDA ക്യാമ്പുകളിൽ നിലവിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഒരു പ്രതീക്ഷ ഈ BJP വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്രമീകരണങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ വെച്ചുപെടുത്തിക്കൊണ്ട് നാളെ രാജ്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു വലിയൊരു ആ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടാകുമെന്നൊരു വിശ്വാസം കൂടിയാണ് NDA ക്യാമ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ നീക്കുപോക്കുകൾ, അതായത് പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലും വിവിധ പോളിംഗ് സ്റ്റേഷനുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി തന്നെ സ്ഥാനാർത്ഥികളും ഏറ്റവും അവസാനത്തെ ഒരു വട്ടം എന്ന നിലയിൽ പലരെയും കണ്ടുകൊണ്ടും വ്യക്തിപരമായ ബന്ധമുള്ളവരെ അടുപ്പമുള്ളവരെയൊക്കെ കണ്ടുകൊണ്ട് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇനി നാളത്തെ ഒരു ദിവസം എന്നതാണ് രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് വളരെ അഞ്ചിലധികം പ്രതിനിധികൾ കേന്ദ്രത്തിലേക്ക് ഇത്തവണ ഉണ്ടാകുമെന്നാണ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രഭാരി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ നേരത്തെ അറിയിച്ചത്. അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ളവർ, നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിൽ സന്ദർശിച്ചപ്പോഴെല്ലാം ഇതേ ആവശ്യം തന്നെ, അതായത് കേരളത്തിൽ നിന്ന് പ്രതിനിധി ഉണ്ടാകുമെന്നൊരു അറിയിപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിൽ, NDA ക്യാമ്പിൽ വളരെ ആത്മവിശ്വാസവും വെച്ചു പുലർത്തുന്നു. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് NDA-യും ഉള്ളത്, BJP-യും ഉള്ളത്. വികസന തുടർച്ചയ്ക്ക് കേരളത്തിൽ നിന്നൊരു സംഭാവന എന്തായാലും ഒന്നിലധികം സീറ്റുകൾ 2 അക്കം എന്നുള്ളതാണ് പ്രതീക്ഷ. അത്തരത്തിലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ്. ആറ്റിങ്ങലിൽ നിന്ന് പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.